ചേച്ചി ചേച്ചി ഞാൻ തനുവാണ്. ആ നിമിഷം കഴിഞ്ഞ ജന്മത്തിലിതെന്ന പോലത്തെ പല പല ഓർമ്മകളും മനസ്സിലേക്ക് വന്നു. ഒന്നും നല്ലതല്ലാത്തതുകൊണ്ട് ഞാൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. ഇനിയൊരിക്കലും കേൾക്കരുത് എന്ന് ആഗ്രഹിച്ച ശബ്ദമാണ് ഇപ്പോൾ കാതിൽ കേൾക്കുന്നത്. ഒരിക്കലും ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് തനു എന്നെ ചേച്ചി എന്ന് വിളിച്ചിരുന്നെങ്കിലെന്ന്. പക്ഷേ അന്നൊക്കെ അവൾ എന്നെ എടിയെന്നും നാശമെന്നും ശല്യം എന്നൊക്കെ പറഞ്ഞാണ് അഭിസംബോധന ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ എല്ലാം മറന്ന് ഞാൻ സമാധാനത്തോടെ ജീവിക്കുമ്പോൾ ഈ വിളി എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഹലോ ചേച്ചി, കേൾക്കുന്നുണ്ടോ? ഒന്നും മിണ്ടാതെ ഫോൺ കട്ട് ചെയ്താലോ എന്ന് ആണ് ഞാൻ ആദ്യം ഓർത്തത്. പക്ഷേ ഇത്രയും നാൾ ചത്തോ ജീവിച്ചോ എന്ന് പോലും ഒന്ന് അന്വേഷിക്കാതെ ഇപ്പോൾ എന്തിനാണ് വിളിക്കുന്നതെന്ന് അറിയാൻ ഒരു ആകാംക്ഷ തോന്നി. കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. ചേച്ചിക്ക് ഞങ്ങളോട് ദേഷ്യമാണെന്നറിയാം. ഒരുപാട് ദ്രോഹം ചേച്ചിയോട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ചേച്ചിയോട് ചെയ്തതിനൊക്കെ എനിക്കും അമ്മയ്ക്കും ദൈവം ഇപ്പോൾ തിരിച്ചടി തരികയാണ്. അവൾ കരച്ചിലൂടെ പറഞ്ഞപ്പോഴും ഞാൻ എന്താണ് പറ്റിയതെന്നോ ഒന്നും ചോദിച്ചില്ല. എന്നാലും ഞാൻ ഇപ്പുറത്തുണ്ടെന്ന് മനസ്സിലാക്കി അവൾ പറഞ്ഞു, സുധിമാമൻ ഞങ്ങളെ സ്നേഹം പറഞ്ഞ് ചതിക്കുകയായിരുന്നു. അയാൾ എൻ്റെ കല്യാണം നടത്താം, അത് ചെയ്യാം, ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ എല്ലാം കൈക്കലാക്കി. ഇപ്പോൾ ഒന്നുമില്ലാത്ത ഞങ്ങളെ സുധിമാമനും മഹിമാമ്മയും കൂടി ഇറക്കി വിടാൻ പോവുകയാണ്. കാലം നടപ്പാക്കിയ നീതി, അതല്ലാതെ മറ്റൊന്നും എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. എന്നോട് പണ്ടിവർ ചെയ്തതിപ്പോൾ അവർക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. അതിലൊന്നും അത്ഭുതപ്പെടാനില്ല. അവിടുന്ന് സുധിമാമൻ ഇറക്കിവിട്ടാലെന്താ? നിങ്ങൾക്ക് പോകാൻ വേറെ ഇടമുണ്ടല്ലോ, നമ്മുടെ അച്ഛനുണ്ടാക്കിയ വീട്. അവിടുത്തെ വാടകക്കാരെ മാറ്റിയാൽ നിങ്ങൾക്ക് അവിടെ താമസിച്ചുകൂടെ? ഞാൻ ഒട്ടും മയമില്ലാതെ ചോദിച്ചു. തനു കുറച്ചു നേരത്തേക്ക് ഒന്നും മിണ്ടിയില്ലെങ്കിലും അവളുടെ കരച്ചിലിന് ശക്തി കൂടി വന്നു. ആ വീട് പോയി ചേച്ചി. ഞാൻ കേട്ടത് വിശ്വസിക്കാനാവാതെ ഞെട്ടി നിന്നുപോയി. എൻ്റെ അച്ഛൻ്റെ ഒരു ജന്മത്തിലെ അധ്വാനം ആ നഷ്ടപ്പെടുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒന്നായിരുന്നു. അതിൻ്റെ അധികാരം തനുവിൻ്റെ പേരിലേക്ക് മാറ്റുമ്പോൾ അത് അവകാശപ്പെട്ട ഒരാൾക്കാണല്ലോ കൊടുക്കുന്നതെന്ന ചിന്ത എന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് നഷ്ടപ്പെട്ടു എന്ന് കേട്ടപ്പോൾ നെഞ്ചിനകത്ത് കല്ല് കയറ്റി വെച്ച പോലൊരു ഭാരം. നഷ്ടപ്പെട്ടെന്നോ? എങ്ങനെ? അത് ചേച്ചി ഇവിടുന്ന് പോയതിനു ശേഷം ഞങ്ങൾ സുധിമാമനോടൊപ്പമല്ലേ താമസിക്കുന്നത്, ഇനിയിപ്പോൾ മറ്റേ വീടിൻ്റെ ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സുധിമാമൻ ആ വീട് ഞങ്ങളെ കൊണ്ട് വിൽപ്പിച്ചു. നല്ല വിലയ്ക്ക് തന്നെയാണ് വിറ്റത്. ഇപ്പോൾ ആ വീട് നമ്മുടെ അല്ല, മറ്റാരുടെയോ ആണ്. എന്നിട്ട് അത് വിറ്റ് കിട്ടിയ പൈസ എവിടെ? അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റെവിടെയെങ്കിലും വാടകയ്ക്ക് പോയെങ്കിലും താമസിക്കാമല്ലോ. ആ പൈസ അതൊക്കെ ഇതിന് ബിസിനസ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് സുധിമാമൻ തന്നെ വാങ്ങിക്കൊണ്ടുപോയി. തിരിച്ചു തരാം എന്ന് പറഞ്ഞാണ് വാങ്ങിയത്. പക്ഷേ ഇപ്പോൾ ചോദിക്കുമ്പോൾ അതൊക്കെ എന്നെ പഠിപ്പിക്കാൻ വിട്ടതിനും ഞങ്ങൾക്ക് ഇത്രയും നാൾ ചെലവിന് തന്നതിനും അവരുടെ വീട്ടിൽ താമസത്തിൻ്റെ വാടകയ്ക്കൊക്കെ ആയിട്ട് കൂട്ടിയാൽ മതി എന്നാണ് പറയുന്നത്. ഞങ്ങൾ എത്രയൊക്കെ പറഞ്ഞിട്ടും ഒരു ചില്ലിക്കാശ് പോലും തിരികെ തരാൻ തയ്യാറാവുന്നില്ല. ഇപ്പോൾ യാതൊരു ഗതിയുമില്ലാത്ത അവസ്ഥയാണ് ചേച്ചി ഞങ്ങൾക്ക്. എന്തോ അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. ഇപ്പോഴെങ്കിലും സ്വന്തം അമ്മാവൻ്റെ തനി നിറം അവൾക്ക് മനസ്സിലായല്ലോ. അതിനിപ്പോൾ ഞാൻ എന്താണ് വേണ്ടത്? നമ്മൾ തമ്മിലുള്ള ബന്ധമൊക്കെ പണ്ടേ അവസാനിച്ചതല്ലേ. എന്നെ എന്തിനാണ് ഇപ്പോൾ ഇതും പറഞ്ഞ് നീ വിളിക്കുന്നത്? അങ്ങനെ പറയല്ലേ ചേച്ചി. സുധിമാമൻ പറഞ്ഞു ചേച്ചി ഇപ്പോൾ നല്ല നിലയിലാണ് കഴിയുന്നതെന്ന്. ചേച്ചിക്ക് ഞങ്ങളെ ഇപ്പോൾ സഹായിക്കാൻ പറ്റൂ. ഓഹോ, അപ്പോ ഇതും സുധിമാമന്റെ അടവാണ്. അവരുടെ അടുത്ത് നിന്ന് കിട്ടാവുന്നതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇനി അടുത്ത പരിപാടിയുമായി വന്നിരിക്കുകയാണ്. ഒരുപക്ഷെ സൂര്യേട്ടനെ പറ്റിയൊക്കെ എങ്ങനെയെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും. അതാവും ഇപ്പോൾ തനുവിനെ കൊണ്ട് എന്നെ വിളിപ്പിക്കുന്നത്. എന്നാൽ ഒരു കാര്യം നീ നിന്റെ മാമനോട് ചെന്ന് പറഞ്ഞേക്ക്. എനിക്കുള്ളതൊന്നും ഞാൻ സമ്പാദിച്ചതല്ല. നീ വന്ന് ചോദിക്കുമ്പോഴേക്ക് എടുത്തു തരാം. ഇതൊക്കെ എൻ്റെ ഭർത്താവിൻ്റെയാണ്. അതൊന്നും തൽക്കാലം ആർക്കും എടുത്തു തരാൻ എന്നെ കൊണ്ട് പറ്റില്ല. അതും പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ടായിരുന്നു. സുധിമാമന്റെ ധൈര്യം സമ്മതിക്കണം. ഇത്രയൊക്കെ ആയിട്ടും പിന്നെയും വീണ്ടും എൻ്റെ അടുത്തേക്ക് തന്നെ അവരെ പറഞ്ഞു വിട്ടിരിക്കുന്നു. അയാളുടെ ആവശ്യം നടക്കാൻ ഒരു ചില്ലിക്കാശ് പോലും ഞാൻ കൊടുക്കില്ല. വീണ്ടും എൻ്റെ പണികളിലേക്ക് ശ്രദ്ധ തിരിക്കാൻ തുടങ്ങുമ്പോഴാണ് ഫോൺ വീണ്ടും ചിലച്ചത്. അതേ നമ്പർ തന്നെയാണെന്ന് കണ്ടതും എൻ്റെ ദേഷ്യം ഒന്നുകൂടി വർദ്ധിച്ചു. ഒരു പ്രാവശ്യം മര്യാദയ്ക്ക് പറഞ്ഞാൽ ഇവക്ക് മനസ്സിലാവില്ലേ? ഞാൻ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്ത് പറഞ്ഞു തുടങ്ങി. ഹലോ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ തനു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്? പിന്നെ എന്തിനാ നീ എന്നെ വിളിച്ച് ശല്യം ചെയ്യുന്നത്? അതിനിത് തനു അല്ല, ഞാനാ സംസാരിക്കുന്നത്. ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന സ്വരം കാതിൽ വന്നു പതിഞ്ഞതും വെറുപ്പോടെ ഞാൻ കണ്ണുകൾ അടച്ചു പിടിച്ചു. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്കെന്താ വേണ്ടതെന്ന് തനു പറഞ്ഞില്ലേ? കുറച്ച് പൈസ വേണം, നിന്റെ ചെറിയമ്മയെയും അനിയത്തിയെയും നോക്കുന്നതിന് പകരമായി. അതിന് എനിക്ക് ചെറിയമ്മയും അനിയത്തിയും ഒന്നും ഇല്ലല്ലോ. എനിക്ക് ആകെയുള്ളത് എൻ്റെ ഭർത്താവും അദ്ദേഹത്തിന്റെ ബന്ധുക്കളുമാണ്. എന്നെ വേണ്ട എന്ന് പറഞ്ഞ് നടുത്തെരുവിൽ ഉപേക്ഷിച്ചു പോയ ചെറിയമ്മയ്ക്കും അനിയത്തിക്കും വേണ്ടി ഞാൻ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ഫോൺ വെച്ചിട്ട് പോയേ. അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാൻ തുടങ്ങും മുന്നേ അയാളുടെ ശബ്ദം എൻ്റെ കാതുകളിൽ വന്നു പതിഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് പോകുന്നതിന് മുന്നേ നിന്റെ ഈ തീരുമാനം കൊണ്ട് അവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് കൂടി കേട്ടിട്ട് പോ.
സുഭദ്രയോട് നിനക്ക് സ്നേഹമൊന്നും ഇല്ലെങ്കിലും തനു അങ്ങനെയല്ലല്ലോ. അവൾ നിന്റെ പ്രിയപ്പെട്ട അച്ഛന്റെ ചോര തന്നെയല്ലേ. നിന്റെ സഹോദരി. അവളെ നിനക്ക് അങ്ങനെ കൈവിട്ട് കളയാൻ പറ്റുമോ? പണ്ട് എന്നെ നടു തെരുവിലേക്ക് ഇറക്കി വിടുമ്പോൾ ഞാൻ അവളുടെ ചേച്ചിയാണെന്ന് അവളും ഓർത്തില്ലല്ലോ. പിന്നെ ഇപ്പൊ ഞാൻ എന്തിനാണ് ഓർക്കുന്നത്? ഞാൻ തിരിച്ചു ചോദിച്ചപ്പോൾ അപ്പുറത്തുനിന്ന് അയാളുടെ വൃത്തികെട്ട ചിരി കേട്ടു. അപ്പോൾ നിന്റെ അനിയത്തിയെ ഞാൻ വല്ലവർക്കും കൊടുത്ത് കാശാക്കിയാലും നിനക്ക് വിരോധമില്ലല്ലോ അല്ലേ? ഞാൻ ആരാണെന്നും എന്റെ പണി എന്താണെന്നും ഒക്കെ ഇപ്പോൾ നിനക്കറിയില്ലേ? ഇപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താൽ താൻ അകത്തു പോകും. ഞാൻ അകത്തു പോയാൽ അധികം വൈകാതെ തന്നെ നിന്റെ ചെറിയമ്മയും അനിയത്തിയും കൂടി അകത്തു പോകും. അവരുടെ പേരിൽ ഇപ്പോൾ വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട്. അത് കൊടുത്തു തീർക്കാൻ വകയില്ലെങ്കിൽ ഒന്നുകിൽ അവർ അകത്തു പോകും, ഇല്ലെങ്കിൽ നിന്റെ അനിയത്തി ഞാൻ പറയുന്നത് അനുസരിക്കേണ്ടി വരും. പിന്നെ എന്നെ ജയിലിലാക്കിയിട്ട് അവർക്ക് എന്റെ വീട്ടിൽ തങ്ങാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? കെട്ടിക്കാറായ പെണ്ണിനെയും കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങും നിന്റെ ചെറിയമ്മ. സുധിമാമൻ എത്ര വലിയ ദുഷ്ടനാണെന്ന് ആ നിമിഷം ഞാൻ മനസ്സിലാക്കുകയായിരുന്നു. പണ്ട് എന്നോട് ചെയ്തൊക്കെ സന്ധ്യ പറഞ്ഞപ്പോഴും ഞാൻ അവരുടെ ആരുമല്ല എന്ന ന്യായം മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്വന്തം പെങ്ങളെയും മകളെയും വെച്ചാണ് അയാൾ വിലപേശുന്നത്. ചെറിയമ്മയ്ക്ക് സ്വന്തം ഭർത്താവിനേക്കാളും എന്നും വിശ്വാസം ആങ്ങളെയും ഭാര്യയുമായിരുന്നു. സുധിമാമനും മഹിമാമ്മയും ഓരോന്ന് ഓതിക്കൊടുക്കുന്നത് കേട്ടിട്ടാണ് എന്നും ചെറിയമ്മ അച്ഛനോട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നത്. ആ മാമൻ തന്നെ ഇപ്പോൾ അവരുടെ മകളെ വിൽക്കാൻ നടക്കുന്നു. പക്ഷേ നീ ഒന്ന് മനസ്സ് വെച്ചാൽ ഇതിന്റെ ഒന്നും ആവശ്യം വരില്ല. സുധിമാമന്റെ സംസാരമാണ് എന്നെ ചിന്തകളിൽ നിന്നുണർത്തിയത്. ഞാൻ എന്ത് ചെയ്യാനാണ്? നിന്റെ കെട്ടിയോനെ പറ്റിയൊക്കെ ഞാൻ അന്വേഷിച്ചു. അവൻ ആ നാട്ടിൽ അത്യാവശ്യം നല്ല വിലയും സമ്പത്തും ഒക്കെ ഉള്ള ഒരുത്തനാണെന്ന് എനിക്കറിയാം. അതുപോലെ അവൻ അവന്റെ കെട്ടിയോളായ നിന്നെ ജീവനാണെന്നും. നീ വിചാരിച്ചാൽ ഒരു 10 ലക്ഷം രൂപ അവനെ കൊണ്ട് നിന്റെ വീട്ടുകാർക്ക് വേണ്ടിയാണെന്നും പറഞ്ഞ് എനിക്ക് വാങ്ങിത്തരാൻ കഴിയും. നീ അത് മാത്രം ചെയ്താൽ മതി. 7 ലക്ഷം രൂപയുടെ കടമുണ്ട് നിന്റെ അനിയത്തിക്ക്. അത് വീട്ടിയിട്ട് ബാക്കി 3 ലക്ഷം രൂപ കൊണ്ട് ഇവരെ വല്ല വാടക വീടും എടുത്ത് മാറ്റാം. ഞാൻ അയാൾക്ക് 10 ലക്ഷം രൂപ കൊടുത്താൽ അതിലൊരു ചില്ലിക്കാശ് പോലും എന്റെ ചെറിയമ്മയ്ക്കോ അനിയത്തിക്കോ കിട്ടാൻ പോകുന്നില്ല എന്നെനിക്ക് വ്യക്തമായി അറിയാമായിരുന്നു. ചെറിയമ്മയുടെയും തനുവിന്റെയും പേര് എന്നെ ഇതിൽ പെടുത്താൻ വേണ്ടി അയാൾ വെറുതെ പറയുന്നതാണ്. എന്റെ കയ്യിൽ 10 ലക്ഷം രൂപ ഒന്നുമില്ല. ഉണ്ടെങ്കിലും ഇനി ഞാൻ തരാനും പോകുന്നില്ല. അപ്പോൾ പിന്നെ നിന്റെ അനിയത്തിയുടെ ഭാവി ഇനി കോഞ്ഞാട്ടയാണെന്ന് കൂട്ടിയാൽ മതി. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഈ സാഹചര്യം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് ആലോചിക്കുകയായിരുന്നു ഞാൻ. തനുവിനെ അറിഞ്ഞുകൊണ്ട് അങ്ങനൊരു അവസ്ഥയിലേക്ക് തള്ളിവിടാൻ എനിക്ക് മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല. സൂര്യേട്ടൻ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഒരു നിമിഷം ആലോചിച്ചു പോയി. തനുവിനെ അവിടെ നിന്ന് രക്ഷിക്കാൻ എന്തെങ്കിലും വഴി സൂര്യേട്ടനോട് തന്നെ ചോദിക്കാം. എന്താടി ആലോചിക്കുന്നത്? ഞാൻ അറിയാതെ ഇവരെ ഇവിടുന്ന് രക്ഷിച്ചോണ്ട് പോകാനുള്ള വല്ല വഴിയാണെങ്കിൽ നടക്കില്ല. പണ്ട് നിന്റെ അച്ഛൻ എന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ നിന്നെ ദൂരെ അയച്ച് പഠിപ്പിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് എന്തായി? അയാൾ പിന്നെ ജീവനോടെ തിരികെ വന്നോ? എന്റെ ശ്വാസം നിലച്ച പോലെ തോന്നി എനിക്ക്. എന്താണിപ്പോൾ അയാൾ പറഞ്ഞതിന്റെ അർത്ഥം? എന്റെ അച്ഛനെ അയാൾ അങ്ങനെ ആവില്ല. എന്നാലും അയാൾ ഇപ്പോൾ എന്നോട് പറഞ്ഞത് മറ്റെന്തോ ഉദ്ദേശത്തിലാണ്. നിങ്ങളിപ്പോൾ എന്താ പറഞ്ഞത്? നീ കേട്ടത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിന്റെ അച്ഛൻ അറിയാമായിരുന്നു എന്റെ പണി എന്താണെന്നും എന്റെ ലക്ഷ്യം നീയാണെന്നും. എന്റെ കൺമുന്നിൽ നിന്ന് നിന്നെ ദൂരേക്ക് മാറ്റാൻ വേണ്ടിയാണ് നിന്നെ ദൂരെ മാറ്റി നിർത്തി പഠിപ്പിക്കാൻ അങ്ങേര് തീരുമാനിച്ചതും. പിന്നെയും ഞാൻ നിന്നെ ശല്യം ചെയ്താൽ അയാൾ എന്റെ കൊള്ളരുതായ്മകളൊക്കെ നാട്ടുകാരോടും പോലീസിനോടും വിളിച്ചു പറയുമെന്നും പറഞ്ഞു. നിന്റെ കോളേജ് അഡ്മിഷനും മറ്റുമായി നല്ലൊരു തുക കയ്യിൽ കൊണ്ടാണ് അന്ന് നിന്റെ അച്ഛൻ യാത്ര ചെയ്തിരുന്നത്. മറ്റൊരു നാട്ടിൽ വെച്ച് ചെറിയൊരു ആക്സിഡന്റ്. ആർക്കും ഒരു സംശയവും തോന്നിയില്ല. ഇതുവരെ ഒരു തെളിവും ഇല്ലതാനും. പിന്നെ ഇതൊക്കെ ഇപ്പോൾ നിന്നോട് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാ, എന്നെ മറികടന്ന് എന്തെങ്കിലും ബുദ്ധി കാണിക്കാൻ ശ്രമിച്ചാൽ നിന്റെ അനിയത്തിക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്ന് നിന്നെ ബോധ്യപ്പെടുത്താൻ കൂടിയാണ്. അയാളുടെ ഭീഷണിയൊന്നും അപ്പോൾ എൻ്റെ കാതുകളിൽ കേൾക്കുന്നുണ്ടായിരുന്നില്ല. എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചാണ് എൻ്റെ പാവമച്ഛൻ. അതും ഈ ദുഷ്ടൻ മനഃപൂർവ്വം. ഓർക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഉൾക്കിടിലം. 2 ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും വിളിക്കും. അപ്പോൾ എനിക്കുള്ള പൈസ നീ റെഡിയാക്കി വെക്കണം. പൈസ റെഡിയായില്ലെങ്കിൽ നീ ഒന്ന് മനസ്സ് വെച്ചാലും മതി. അങ്ങു ദൂരെ ഒരു തുരങ്കത്തിലെന്ന പോലെ അശ്ലീല ചുവയോടെ അയാളുടെ വാക്കുകൾ കേട്ടെങ്കിലും പ്രതികരിക്കാൻ കഴിയാത്ത വിധം അപ്പോഴും ഞാൻ ഞെട്ടിത്തന്നെ നിൽക്കുകയായിരുന്നു. ഫോൺ കട്ടായതിനു ശേഷവും അങ്ങനെ തന്നെ എത്ര നേരം ഞാൻ നിന്നുവെന്നറിയില്ല. കണ്ണുകൾ മാത്രം അനുസരണയില്ലാതെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. കുറേ നേരത്തിന് ശേഷമാണ് ഞാൻ ഈ ലോകത്തേക്ക് തിരികെ എത്തിയത്. അപ്പോൾ ആദ്യം ഓർത്തത് സൂര്യേട്ടനെ തന്നെയാണ്. ഒന്ന് കാണണമെന്നും മനസ്സിലെ വിഷമങ്ങളൊക്കെ പങ്കുവെക്കണമെന്നും തോന്നിയതുകൊണ്ട് ഞാൻ ഫോൺ എടുത്തു. അമ്മയും ഏട്ടനും അമ്പലത്തിൽ പോയിട്ട് വരാൻ എന്താ ഇത്ര താമസിക്കുകയെന്ന് ഓർത്ത് ഞാൻ ഏട്ടൻ്റെ നമ്പർ ഡയൽ ചെയ്ത് ചെവിയോട് ചേർത്തു. ഹലോ പാറു. ഏട്ടൻ്റെ സ്വരം കേട്ടപ്പോൾ ഉള്ളിൽ പൊട്ടിയ കരച്ചിൽ അടക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു, ഹലോ ഏട്ടാ, നിങ്ങൾ എത്താറായോ? ഇല്ല പാറു, ഞങ്ങൾ ദേ നമ്മുടെ പറമ്പിൽ വന്നതാ. അമ്മ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ.
പിന്നെ ഇനി പാടത്തും കൂടി പോയിട്ടേ വരൂ. അമ്മ ഇവിടേക്ക് ഒന്ന് കാട്ടിക്കൊടുക്കട്ടെ. എനിക്ക് സൂര്യേട്ടനോട് അപ്പോൾ സംസാരിക്കാൻ അതിയായ ആഗ്രഹമുണ്ടെങ്കിലും ഇപ്പോൾ അമ്മയും മകനും ഒരുമിച്ചുള്ള അവരുടെ സന്തോഷം കളയാനും ഞാൻ താല്പര്യപ്പെട്ടില്ല. ശരി ഏട്ടാ, പിന്നെ വന്നു കഴിയുമ്പോൾ എനിക്ക് ഏട്ടനോട് അത്യാവശ്യമായി കുറച്ച് സംസാരിക്കാനുണ്ട്. അതെന്താ? അത് വന്നിട്ട് പറയാം. ഫോൺ വെച്ച് കഴിഞ്ഞ് പിന്നെ എനിക്കൊന്നും ചെയ്യാനും തോന്നുന്നുണ്ടായിരുന്നില്ല. എന്നാലും എന്തൊക്കെയോ ചെയ്തു വെച്ച് എന്ന് വരുത്തി തീർത്തു. എന്നിട്ട് ഏട്ടൻ വരുന്നത് നോക്കിയിരുന്നു. മനസ്സിലുള്ളത് മുഴുവൻ സൂര്യേട്ടനോട് പറഞ്ഞ് അതിനെന്തെങ്കിലും ഒരു പരിഹാരം കിട്ടിയാലേ ഇനി എനിക്ക് സമാധാനമാകുമായിരുന്നുള്ളൂ. കുറേ നേരത്തിന് ശേഷമാണ് അമ്മയും ഏട്ടനും കൂടി വന്നത്. വല്ലാത്ത വിശപ്പ് പാറു, ഇതുവരെ ഒന്നും കഴിച്ചില്ല. നീ കഴിക്കാൻ എന്തെങ്കിലും എടുക്കൂ. വന്നു കയറിയതേ ഏട്ടൻ പറഞ്ഞു. അമ്മയും ഏട്ടനും ഭക്ഷണം വിളമ്പിയപ്പോൾ അവർ രണ്ടുപേരും കൂടി ഇരുന്നു. എന്നോട് കഴിക്കുന്നോ എന്ന് ചോദിച്ചില്ല. ഇത്രയും വൈകിയത് കൊണ്ട് ഞാൻ കഴിച്ചു കാണുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. എനിക്ക് തീരെ വിശപ്പും ഉണ്ടായിരുന്നില്ല. സൂര്യേട്ടൻ ഫ്രീ ആയിട്ട് എങ്ങനെയെങ്കിലും എൻ്റെ മനസ്സിലെ വിഷമം മുഴുവനും ഏട്ടനോട് പറയണമെന്ന് മാത്രമേ എനിക്കപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും എൻ്റെ മുഖം വല്ലാതിരിക്കുന്നത് ഏട്ടൻ ശ്രദ്ധിച്ച പോലും ഇല്ലല്ലോ എന്ന് ഒരു കുഞ്ഞു വിഷമവും തോന്നി. ഭക്ഷണം കഴിഞ്ഞ് ഏട്ടൻ മുറിയിലേക്ക് പോകുന്നത് കണ്ട് വേഗം പാത്രമൊക്കെ എടുത്തു വെച്ച് ഞാനും പിറകെ ചെന്നു. ഞാൻ ചെല്ലുമ്പോൾ ഏട്ടൻ ഫോണിൽ കുത്തിയിരിക്കുകയാണ്. സൂര്യേട്ടാ. ഫോണിൽ നിന്ന് മുഖമുയർത്താതെ ഏട്ടനൊന്ന് മൂളി. ഏട്ടൻ്റെ ഈ പെരുമാറ്റം എനിക്ക് വല്ലാത്ത തോന്നിയെങ്കിലും ഏട്ടന് ഒന്നും അറിയില്ലല്ലോ എന്ന് ഞാൻ ഓർത്തു. ഞാൻ ചെന്ന് ഏട്ടൻ്റെ അടുത്തിരുന്നിട്ടും എന്നെ നോക്കിയില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാനൊരു അത്യാവശ്യ കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 1 മിനിറ്റ്. ഞാൻ അക്ഷമയോടെ ഏട്ടൻ്റെ അത്യാവശ്യം കഴിയാൻ വേണ്ടി കാത്തിരുന്നു. 5 മിനിറ്റ് കഴിഞ്ഞതും മുറ്റത്തൊരു ബുള്ളറ്റ് വന്ന് നിൽക്കുന്നതിൻ്റെ ഒച്ച കേട്ടു. ആ, ആരും വന്നു എന്ന് തോന്നുന്നു എന്നും പറഞ്ഞ് എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഏട്ടൻ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. എൻ്റെ കണ്ണുകൾ അറിയാതെ നിറയുകയും ചെയ്തു. പിന്നീട് സൂര്യേട്ടൻ തിരക്കിൽ തന്നെയായിരുന്നു. എന്നെ ശ്രദ്ധിച്ചതേയില്ല. ആര്യൻ വന്നു കഴിഞ്ഞാൽ സൂര്യേട്ടൻ ബിസി ആവുന്നത് പതിവാണെങ്കിലും ഇന്ന് എനിക്ക് അത് വിഷമമുണ്ടാക്കി. പലതവണ ഞാൻ എനിക്ക് സൂര്യേട്ടനോട് സംസാരിക്കണമെന്ന് പറയാൻ ശ്രമിച്ചെങ്കിലും ഏട്ടനെ ശ്രദ്ധിക്കാൻ സമയമില്ലായിരുന്നു. രാത്രി ഭക്ഷണത്തിന്റെ സമയമായപ്പോഴാണ് കാളിയമ്മയും മണിയണ്ണനും കൂടി തിരിച്ചെത്തിയത്. അതോടെ എല്ലാവരും കൂടി ബഹളമായി. ഞാൻ മാത്രം അതിലൊന്നും പങ്കുചേരാൻ മനസ്സില്ലാതെ മാറി നിന്നു. കഴിക്കാനിരുന്നപ്പോഴും ഞാൻ വെറുതെ ചിക്കിപ്പെറുക്കി ഇരുന്നതേയുള്ളൂ. ബാക്കി എല്ലാവരും വർത്തമാനം പറഞ്ഞ് കളിച്ചും ചിരിച്ചും ഭക്ഷണം കഴിച്ചുപോയി. അന്ന് കിടക്കാൻ സൂര്യേട്ടൻ എൻ്റെ അടുത്തേക്ക് വരില്ല എന്ന് എനിക്കറിയാമായിരുന്നു. ചിലപ്പോൾ അങ്ങനെയാണ്. രാത്രി അമ്മയും മക്കളും കൂടി അവർ പിരിഞ്ഞിരുന്ന സമയത്തെ കഥകളൊക്കെ പറയും. ചില ദിവസങ്ങളിൽ ഞാനും കൂടാറുണ്ടെങ്കിലും മിക്കവാറും അമ്മയെയും മക്കളെയും അവരുടെ ലോകത്തേക്ക് വിടുകയാണ് ചെയ്യാറ്. കഥകൾ പറഞ്ഞു പറഞ്ഞ് ചിലപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യും. ഇതുവരെ അതിലെനിക്കൊരു പരാതിയും തോന്നിയിരുന്നില്ല. പക്ഷെ ഇന്ന് ഞാൻ എനിക്കൊരു പ്രശ്നമുണ്ട്, ഒന്ന് സംസാരിക്കണമെന്ന് പലതവണ പറഞ്ഞിട്ടും ഏട്ടനത് അവഗണിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. എങ്കിലും ഉറക്കം വരാതെ ഏട്ടൻ വരുമെന്ന് കരുതി ഞാൻ നോക്കിയിരുന്നു. 1 മണിയായിട്ടും കാണാതായപ്പോൾ ഞാൻ അമ്മയുടെ മുറിയിൽ ചെന്നു. അമ്മയ്ക്ക് ഇരുവശവും കിടന്ന് സൂര്യേട്ടനും ആര്യനും നല്ല ഉറക്കമായിരുന്നു. അവരെ ചേർത്ത് പിടിച്ച് അമ്മയും. അന്നാദ്യമായി എനിക്ക് അവിടെ ഒരു അന്യത്വം അനുഭവപ്പെട്ടു. ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടതുപോലെ. തിരികെ മുറിയിലെത്തി ഞാൻ എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ കയ്യിലെടുത്തു. അതിൽ മുഖം അമർത്തി ഞാൻ പൊട്ടി കരഞ്ഞു. ആ രാത്രി തീരെ ഉറങ്ങാതെ ഞാൻ കഴിച്ചുകൂട്ടി. ആ വീട്ടിൽ ആരും എണീക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ രാവിലത്തെ പണികളെല്ലാം തീർത്തിരുന്നു. വേഗം കുളിച്ച് ഡ്രസ്സ് മാറി ഞാൻ വീടടച്ച് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴും ആരും എണീറ്റിട്ടുണ്ടായിരുന്നില്ല. ആരോടും ഒന്നും പറയണമെന്നോ ഒന്നും എനിക്ക് തോന്നിയതുമില്ല. എന്തോ വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു. നേരെ അമ്പലത്തിലേക്ക് തന്നെയാണ് പോയത്. കുറേ നേരം അവിടെ നടയിൽ കണ്ണടച്ചു നിന്നു. എന്ത് ചെയ്യണമെന്ന് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാൻ ചാമുണ്ടേശ്വരിയോട് അപേക്ഷിച്ചു തൊഴുതു പുറത്തേക്ക് ഇറങ്ങി. അമ്പലത്തിൽ തിരക്കായിരുന്നില്ല. മെല്ലെ അമ്പലക്കുളത്തിന്റെ പടവുകളിലേക്ക് നടന്നു. പല ചിന്തകളുമായി അതിലൊന്നിലിരുന്നു. കുറച്ചുനേരം കഴിഞ്ഞ് പോകാൻ എണീറ്റപ്പോഴാണ് തലയ്ക്ക് വല്ലാത്തൊരു ഭാരം അനുഭവപ്പെട്ടത്. ചുറ്റും കറങ്ങുന്നത് പോലെ തോന്നിയപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ കൈകൾ കൊണ്ട് പരതി. പക്ഷേ ആ കുളപ്പടവിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ബോധരഹിതയായി ഞാൻ നിലത്തേക്ക് പതിക്കുമ്പോൾ അവിടെയെങ്ങും ആരും ഉണ്ടായിരുന്നില്ല.